അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനോ അവരുടെ ജീവനോ സ്വത്തിനോ യാതൊരു സംരക്ഷണം നൽകാനോ ബാധ്യതയില്ലാതെ ഇവർ പിന്നെ പഴുതാരെയും പാമ്പിനെയും പിടിക്കാൻ വേണ്ടി ഓടി കിടക്കുക. അപ്പോൾ ഈ ഒന്നിലെ അവരെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അവർ തീർത്ത് പറഞ്ഞാൽ പൊതുജനം ഇറങ്ങിക്കോളാം. കേസെങ്കിൽ കേസ്, കാര്യം നമുക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. കൊണ്ടുപോയിക്കുക അവർക്ക് എന്ത് പറ്റുന്നു, നാളെ മരിക്കും മരണപ്പെടും എന്തോ നമുക്ക് അറിയാം. അവർക്ക് ഉത്തരവാദിത്തമില്ല. സർക്കാർ ചെയ്യേണ്ട വകുപ്പ് എന്ന് പറയുന്നത് സർക്കാർ ചെയ്യേണ്ട വകുപ്പ് പറഞ്ഞാൽ ഒരു തീരുമാനം. കഴിഞ്ഞ ഒരു മാസമായി മലയോര മേഖലയിൽ ജനവാസ പ്രദേശങ്ങളിൽ വിഹരിക്കുന്ന കാട്ടുപോത്തുകളെ തുരത്താൻ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം അലൈമൺ പഞ്ചായത്തിലെ കടവറം ഭാഗത്ത് സ്കൂട്ടർ യാത്രക്കാരായ ദമ്പതികൾക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ആനക്കുളം സ്വദേശികളായ ഷിനു മാത്യു, ഭാര്യ ഷിബിന എന്നിവർക്കാണ് പരിക്കേറ്റത്. രാത്രി 10ഓടെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങവേ കടവറം ജംഗ്ഷന് സമീപം വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിലേക്ക് കാട്ടുപോത്ത് ഇടിച്ചു കയറുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഷിനുവിന് നെഞ്ചിനുൾപ്പെടെ പരിക്കേറ്റു. ഷിബിനയ്ക്ക് കൈക്കും കാലിനും തലയ്ക്കും തോളിനും വാരിയലിനും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരെയും പിന്നീട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം ഒരു മാസമായി തുടരുന്ന കാട്ടുപോത്ത് ശല്യം ശാശ്വതമായി പരിഹരിക്കാൻ അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് അധികൃതർക്ക് കഴിയാത്തത് അനാസ്ഥ കൊണ്ടാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് വ്യാപകമായിട്ട് കാട്ടുപോത്തിന്റെ ശല്യം പൊതുജനങ്ങൾ പറയുകയും കഴിഞ്ഞ ദിവസം തൈക്കാമുക്ക് വെച്ചൊരു വാഹനത്തിൽ തട്ടുകയും അത് റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് തൊട്ട് ഇവിടെ കുറേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോത്തിനെ മേയിച്ചുകൊണ്ടിരിക്കുക. ഈ പോത്തിനെ പിടിക്കാനോ ഇവിടുത്തെ പൊതുജനങ്ങളുടെ ജീവനോ സ്വത്തിനോ സംരക്ഷണം നൽകാനോ അവർക്ക് യാതൊരു ബാധ്യതയില്ല. ഇന്നിപ്പോൾ ഈ സംഭവം നടന്നത് ഒരു ലേഡിയാണ് വണ്ടി ഇടിച്ചിട്ടത്. അവർ റോഡിൽ കൂടെ പാസ് ചെയ്ത് പോയ സ്ത്രീയാണ്. അവരെയാണ് ഈ പോത്ത് വന്നിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനോ അവരുടെ ജീവനോ സ്വത്തിനോ യാതൊരു സംരക്ഷണം നൽകാനോ ബാധ്യതയില്ലാതെ ഇവർ പിന്നെ പഴുതാരെയും പാമ്പിനെയും പിടിക്കാൻ വേണ്ടി ഓടി കിടക്കുക. അപ്പോൾ ഈ ഒന്നിലെ അവരെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അവർ തീർത്ത് പറഞ്ഞാൽ പൊതുജനം ഇറങ്ങിക്കോളാം. കേസെങ്കിൽ കേസ്, കാര്യം നമുക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇത് വനമേഖലയൊന്നുമല്ല. ഇവിടുന്ന് വനമൊക്കെ 10-15 കിലോമീറ്റർ അപ്പുറത്തേ ഉള്ളൂ. ഇതൊരു ജനവാസ മേഖലയാണ്. ഈ മേഖലയിൽ പോലും സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ വനം വകുപ്പ് അധികാരികൾക്ക് നേരെ പൊതുപ്രവർത്തകരും നാട്ടുകാരും രോഷാകുലരായി. ഇതോടെ സംഘം ഇവിടെ നിന്നും പിൻവലിഞ്ഞു. എന്നാൽ RRT ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും ഇനിയും ഇത് അനുവദിക്കാൻ കഴിയില്ലെന്നും അലൈമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ആനന്ദ് തുറന്നടിച്ചു. 24 മണിക്കൂറിനുള്ളിൽ കാട്ടുപോത്തുകളെ തുരത്തി കാട്ടിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇല്ലാത്ത പക്ഷം കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പും പഞ്ചായത്ത് പ്രസിഡന്റ് നൽകി. RRT ഗ്രൂപ്പിൻ്റെ വലിയൊരു അനാസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതായത് മൂന്ന് ദിവസം കൊണ്ട് തുടർച്ചയായി ഇറങ്ങുന്നു. 2 ആഴ്ച കൊണ്ടാണ് ഇപ്പോൾ അലൈമൺ ഭാഗങ്ങളിൽ കണ്ടുവരുന്നത്. മൂന്ന് ദിവസമായി തുടർച്ചയായി അലൈമണിലെ പ്രദേശങ്ങളിൽ ജനവാസങ്ങളുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ RRT ഗ്രൂപ്പ് അതിനെ തിരിച്ച് ഫോറസ്റ്റിലേക്ക് കയറ്റിവിടാനുള്ള ഉത്തരവാദിത്വം അവർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ചേച്ചിക്കും ഒരു ചേട്ടനുമാണ് ബൈക്കിൽ പൊക്കൊണ്ടിരുന്നപ്പോൾ കാട്ടുപോത്തിൻ്റെ ആക്രമണം കാരണം പരിക്ക് പറ്റിയത്. അവരെ നമ്മളിവിടെ സെൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. RRT ഗ്രൂപ്പിന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ സ്ട്രിക്റ്റ്ലി ഓർഡർ കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രി മുതൽ നാളെ വൈകിട്ട് വരെയാണ് അവർക്ക് സമയം കൊടുത്തിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഈ കാട്ടുപോത്തിനെ തിരിച്ച് കാട്ടിലേക്ക് ഓടിച്ച് കയറ്റിവിടേണ്ടതാണ്. ഇവർക്ക് സപ്പോർട്ടിനായി തെന്മല ഫോറസ്റ്റ് റേഞ്ചിനെയും കൂടി വിളിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ഇതിൻ്റെ ഭാഗത്ത് ശക്തമായി ഇടപെടും. ഇനി ഒരാൾക്കും ഇതുപോലെ അപകടമുണ്ടാകുവാനോ എന്തെങ്കിലും പരുക്കൾ പറ്റുവാനോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ട്രിക്റ്റ്ലി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതോടെ അഞ്ചൽ RRT കൂടാതെ തെന്മല RRT കൂടി കാട്ടുപോത്തുകളെ തുരത്തുന്നതിനായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ജനപ്രതിനിധികളായ KG സാബു, സുനിൽ ദത്ത്, മാഹീൻ കാട്ടുംപുറം, അസീമ സലീം ഉൾപ്പെടെയുള്ളവർ പുലർച്ചെ വരെയും പ്രദേശത്തും ആശുപത്രിയിലും ക്യാമ്പ് ചെയ്താണ് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ പുത്തയത്ത് വീടിന്റെ മതിലുകൾ തകർത്ത കാട്ടുപോത്ത് പ്രധാന പാതയിലേക്ക് എത്തിയിരുന്നു. വീട്ടുകാർ പള്ളിയിൽ പോയതിനാൽ ഒഴിവായത് വൻ അപകടമാണ്. പുത്തയം ഏലിയാമ്മ ബേബിയുടെ 2 മതിലുകളാണ് കാട്ടുപോത്തുകൾ തകർത്തത്.
അതേസമയം തന്നെ കുളത്തൂപ്പുഴയിലും കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പുലർച്ചെ 5:30 വീട്ടിലേക്ക് പോകവെ അയ്യമ്പിള്ള വളവിൽ വെച്ച് പ്രദേശവാസിയായ വർഗീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കാലുകൾക്കും മുതുകിലും ഉൾപ്പെടെ പരിക്കേറ്റ വർഗീസിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വനം വകുപ്പ് ഇനിയും അനാസ്ഥ തുടർന്നാൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. നാട്ടുവാർത്ത, അഞ്ചൽ.